2 മാസം മാത്രം, വെറും 2 മാസം മാത്രമേ ശേഷിക്കുന്നുള്ളൂ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തിക്കഴിഞ്ഞു. രാഷ്ട്രീയ പാർട്ടികൾ അതിന്റെ ഗൗരവം ഉൾക്കൊണ്ട് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. കമ്മീഷൻ വോട്ടർ പട്ടിക ചേർക്കൽ പൂർത്തിയാക്കി അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. നവംബർ 15 നോട്ടിഫിക്കേഷൻ വരും. അതോടുകൂടി തെരഞ്ഞെടുപ്പ് പ്രക്രിയ ആരംഭിക്കും. 5 കോർപ്പറേഷനുകൾ, 14 ജില്ലാ പഞ്ചായത്തുകൾ, 900ഓളം പഞ്ചായത്തുകൾ, 200ഓളം നഗരസഭകൾ. ജനങ്ങൾ ഒന്നടങ്കം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് വീഴുന്നു. ഗ്രാമാന്തരങ്ങളിൽ സജീവമാകുന്ന രാഷ്ട്രീയ ചർച്ചകൾ ആരംഭിക്കാൻ പോകുന്നു. ആര് മുന്നേറും? ഒരു സെമി ഫൈനലാണ്. 2026 ഫൈനൽ നടക്കാൻ പോകുന്നു. അതിനു മുമ്പുള്ള സെമി ഫൈനൽ തിരുവനന്തപുരം നഗരസഭ മുതൽ കണ്ണൂർ നഗരസഭ വരെ വളരെ നിർണായകമാണ്. അതിൽ ഓരോ നഗരസഭയും പരിശോധിച്ചാൽ തിരുവനന്തപുരം നഗരസഭ വളരെ നിർണായകമാണ്. തലസ്ഥാന നഗരസഭയാണ്. തലസ്ഥാനം എങ്ങനെ ചിന്തിക്കുന്നു? അത് കേരളത്തിൽ ഒരു അലയടി സൃഷ്ടിക്കും എന്ന കാര്യത്തിൽ സംശയമേയില്ല. BJP ആണ് ഇപ്പോൾ സജീവമായി രംഗത്തിറങ്ങിയിരിക്കുന്നത്. 60 സീറ്റ്, അതാണ് BJPയുടെ ലക്ഷ്യം. 60 വാർഡുകളിൽ ജയിക്കുക. അതിനുവേണ്ടിയുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയാണ് BJP മുന്നോട്ട് പോകുന്നത്. BJPക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം തിരുവനന്തപുരത്ത് ഉണ്ട്. അത് എന്താണ് എന്ന് BJP നേതാക്കൾ ചോദിച്ചാൽ നേതാക്കൾ ഉറപ്പായും പറയും, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ വിജയമാണ്. തിരുവനന്തപുരം നഗരസഭയിലെ 90% വാർഡുകളിലും 1ാം സ്ഥാനത്ത് എത്താൻ BJPക്ക് കഴിഞ്ഞിരുന്നു. അത് തുടരാൻ, അതല്ലെങ്കിൽ ചെറിയ തിരിച്ചടി വന്നാൽ തന്നെ ഭരിക്കാൻ വേണ്ടത് 52 സീറ്റ് മാത്രം. 60 സീറ്റിൽ വിജയം ഉറപ്പിക്കാനാണ് BJP തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം ഏതൊക്കെ കക്ഷികളാണ് മുഖാമുഖം നിൽക്കുന്നത് എന്നതാണ്. ഭരണകക്ഷിയായ CPM, LDF ആണ്. പക്ഷേ CPM ആണ് പ്രധാനം. ഘടകകക്ഷികൾക്കൊന്നും വലിയ സ്വാധീനം തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇല്ല. അതുകൊണ്ട് തന്നെ BJP ഒരു ഭാഗത്തും CPM മറുഭാഗത്തും. അതാണ് നേർക്കുനേർ പോരാട്ടമാണ് CPM-ഉം BJP-യും തിരുവനന്തപുരത്ത് നടക്കുക. കോൺഗ്രസ് അപ്രസക്തമായി കഴിഞ്ഞു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ കോൺഗ്രസ് അപ്രസക്തമായി കഴിഞ്ഞിരുന്നു. CPM-ന് 52 സീറ്റ്, BJP-ക്ക് 35 സീറ്റ്. BJP ആണ് പ്രതിപക്ഷമായ BJP ഭരണകക്ഷിക്കെതിരെ, LDF ഭരണകക്ഷിക്കെതിരെ ഫലപ്രദമായി ഇടപെടാൻ കഴിഞ്ഞു എന്നാണ് അവരുടെ കണക്കുകൂട്ടൽ. എന്നിരുന്നാലും BJP-യുടെ എല്ലാ പ്രതീക്ഷയും ലോക്സഭ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയ മേൽക്കൈയാണ്. അത് നിലനിർത്തും എന്നാണ് BJP നേതാക്കൾ പറയുന്നത്. നിയമസഭാ മണ്ഡലങ്ങൾ കണക്കെടുത്തു കഴിഞ്ഞാൽ 4 നിയമസഭാ മണ്ഡലങ്ങളാണ്. കഴക്കൂട്ടം, തിരുവനന്തപുരം, നേമം, വട്ടിയൂർക്കാവ്. അത് കഴിഞ്ഞ് കോവളം നിയമസഭാ മണ്ഡലത്തിന്റെ 5 വാർഡുകളും ഉൾപ്പെടെയാണ് കോർപ്പറേഷൻ വരുന്നത്. 101 സീറ്റ്. കഴിഞ്ഞ തവണ 100 ആയിരുന്നു, ഇത്തവണ 101. ഇതിൽ തിരുവനന്തപുരം ഒഴികെയുള്ള ശേഷിക്കുന്ന 3 നിയമസഭാ മണ്ഡലങ്ങളിലും ലോക്സഭയിൽ 1ാം സ്ഥാനത്ത് വന്നത് BJP ആണ്. അത് മാത്രം കണക്കെടുത്തുകൊണ്ടാണ് BJP മുന്നോട്ട് പോകുന്നത്. പക്ഷേ ലോക്സഭ വേറെ, നിയമസഭ വേറെ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വേറെ. ഇത് മനസ്സിലാക്കി BJP മുന്നോട്ട് പോകുന്നുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ജയിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിൽ മുന്നോട്ട് പോകുന്നു. വോട്ടിംഗ് ശതമാനത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്കുണ്ടായ നേട്ടം, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്കുണ്ടായ നേട്ടം, 2ാം സ്ഥാനത്ത് വന്ന നിയമസഭാ മണ്ഡലങ്ങൾ തിരുവനന്തപുരത്ത് കോർപ്പറേഷനകത്ത് BJPക്കുണ്ട്. എന്ന് വെച്ചാൽ അടിത്തറ ശക്തമാണ്. ആ ശക്തമായ അടിത്തറയിൽ നിന്ന് ഉയർന്നെഴുന്നേൽക്കാൻ കഴിയും BJPക്ക് എന്നാണ് BJP കണക്കുകൂട്ടുന്നത്. ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, മത്സരം അത് CPM-ഉം BJP-യും തമ്മിലാണ്. കേരളത്തിൽ ഒരു കോർപ്പറേഷനിലും CPM-ഉം BJP-യും നേർക്കുനേർ പോരാടുന്നില്ല. നേർക്കുനേർ എന്ന് മാത്രമല്ല, മുഖാമുഖം നിന്ന് പോരാടുന്ന കാഴ്ചയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ കാണാൻ കഴിയുന്നത്. BJP പ്രതീക്ഷിക്കുന്ന തൃശൂർ കോർപ്പറേഷൻ, അവിടെ LDF, CPI ഉണ്ട്. CPIക്ക് ശക്തിയുള്ള സ്ഥലമാണ്. അവിടെ മത്സരം നടക്കുന്നത് BJP-യും CPM-ഉം തമ്മിലല്ല. മത്സരം LDF-ഉം BJP-യും തമ്മിലായിരിക്കും. പക്ഷെ തിരുവനന്തപുരത്ത് CPM-ഉം BJP-യും തമ്മിലാണ് മത്സരം. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. ആ ആനുകൂല്യം എന്ന് വെച്ചാൽ കോൺഗ്രസിന്റെ BJP വിരുദ്ധ വോട്ടുകൾ, ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ കേന്ദ്രീകരിക്കാൻ കഴിയും, ശേഖരിക്കാൻ കഴിയും
CPM എന്ന പ്രതീക്ഷയാണ് CPM-നുള്ളത്. അതോടൊപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ എപ്പോഴും ഇടതുപക്ഷം പ്രത്യേകിച്ച് CPM ഒരു മേൽക്കൈ നേടാറുണ്ട്. ആ മേൽക്കൈ നിലനിർത്താൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് CPM-നുള്ളത്. എന്നാൽ BJP-യെ സംബന്ധിച്ച് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അത് കഴിഞ്ഞ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതിന്റെ മേൽക്കൈ നിലനിർത്താൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും പ്രത്യേകിച്ച് തിരുവനന്തപുരം കോർപ്പറേഷനിലും കഴിയും എന്ന് തന്നെയാണ് BJP നേതൃത്വം വിശ്വസിക്കുന്നത്. ഏതായാലും ഇനി നമ്മുടെ മുന്നിൽ മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ.